Hello students, today we are going to see the second chapter of material science, that is atomic structure and interatomic bonding. So let's start with the topic atomic structure. Atomic structure namukku familiar aanu, you have studied in quantum mechanics too. അപ്പോൾ ഇതിൽ വളരെ ബേസിക് ആയിട്ടുള്ള മോഡലാണ് ഇവിടെ നമ്മൾ പറയുന്നത്, ബോർ ആറ്റം മോഡൽ. അപ്പോൾ അതിൽ there will be electrons in orbits, and there are different quantum numbers. That n represents the principal quantum number, and that is the order of the orbit. First orbit, second orbit, അങ്ങനെയുള്ള ഓർബിറ്റ് ഏതാണെന്ന് പറയുന്നതാണ് പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ. അതുപോലെ നമുക്ക് പ്രോട്ടോൺ നമ്പറിന് സെഡ് എന്നും നമ്പർ ഓഫ് ന്യൂട്രോൺസിന് n എന്നും റെപ്രസെൻറ്റ് ചെയ്യുന്നുണ്ട്. And atomic mass will be the sum of the number of protons and number of neutrons, and that will be A is equal to Z plus n ആയിരിക്കും. പിന്നെ ഇലക്ട്രോൺ കോൺഫിഗറേഷൻ നമ്മൾ പറയുകയാണെങ്കിൽ ഇലക്ട്രോൺ കോൺഫിഗറേഷൻ there will be discrete energy states. ഇപ്പോൾ എനർജി സ്റ്റേറ്റ്സിൽ എപ്പോഴും ഇലക്ട്രോൺ പ്രിഫർ ടു ഓക്യുപ്പൈ ദ ലോവർ എനർജി സ്റ്റേറ്റ്. അപ്പോൾ ലോവർ എനർജി സ്റ്റേറ്റ് നമുക്കറിയാം എനർജിൻ്റെ ഓർഡറിലാണ് നമ്മൾ ഓർബിറ്റ്സ് ഉള്ളത്. And the quantum number n is ranges from 1 to infinity. In theory it is infinity, it will not be infinity, it will be a maximum, it will be integers. So n 1 2 3 4 etc. And n 1 ആകുമ്പോൾ s ആണ്. അങ്ങനെ അതിൽ ഇലക്ട്രോൺസ് ഫിൽ ചെയ്ത് അങ്ങനെ lowest available energy state ആണ് എപ്പോഴും ഇലക്ട്രോൺ പ്രിഫർ ചെയ്യുന്നത്. ആൻഡ് ദി n values are in the increasing order of energy. പിന്നെ നമുക്കറിയുന്ന കാര്യമാണ് ഒരു സ്റ്റെബിലിറ്റി ഓഫ് an atom. അത് പറയുന്നത് സ്റ്റേബിൾ ഇലക്ട്രോൺ കോൺഫിഗറേഷൻ വെച്ചിട്ടാണ്. അപ്പോൾ എപ്പോഴും ബോണ്ടിങ് അങ്ങനെ ഒരു ആറ്റം തയ്യാറാവുന്നത് അതിന് സ്റ്റെബിലിറ്റി അറ്റൈൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. Stable electron configuration have complete S and P subshells. Subshells SP എന്ന് പറയും നമ്മൾ tend to be unreactive. Unreactive ആവുന്ന എപ്പോഴാണ് S and P subshells കംപ്ലീറ്റ്ലി ഫിൽഡ് ആവുന്ന സമയത്ത്. അപ്പോൾ അതിനെ നമ്മൾ നോബിൾ ആറ്റംസ് ആണ് നമ്മൾ പറയും. അതിന് ഈ എലിമെൻറ്റ്സ് ഹീലിയം, നിയോൺ, ആർഗൺ, പ്ലൂട്ടോൺ നോബിൾ ഗ്യാസസ് ആണ്. And they have completely filled S and P subshells. അപ്പം എപ്പോഴും ബോണ്ടിങ്ങിലേക്ക് ഒരു ആറ്റം പോകുന്നത് എന്തുകൊണ്ടാണ്? എസ് ആൻഡ് പി സബ്ഷെൽസ് ഇൻകംപ്ലീറ്റ് ആവുന്ന സമയത്ത് അതിന് സ്റ്റെബിലിറ്റി അറ്റൈൻ ചെയ്തിട്ട് ഈ നോബിൾ എലിമെൻസിൻ്റെ കോൺഫിഗറേഷനിലേക്ക് എത്താൻ വേണ്ടിയിട്ടാണ് അത് ബോണ്ടിങ്ങിൽ ടേക്ക് പാർട്ട് ചെയ്യുന്നത്. ഓക്കെ, so let's see what is bonding forces and energies. ഇതാണ് നമുക്ക് വളരെ കൂടുതലായിട്ട് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനുള്ളത്. സോ ബോണ്ടിങ് ഫോഴ്സസ് എന്താണെന്ന് നോക്കാം. ബോണ്ടിങ് ഫോഴ്സസ് നമ്മൾ പഠിക്കാൻ വേണ്ടിയിട്ട് ലെറ്റ് us consider two atoms. They are separated, they are infinitely separated at first. So അപ്പോൾ നമ്മൾ an understanding of many physical properties of materials is predicted on the knowledge of the interatomic forces that bind the atoms together. Interatomic forces എങ്ങനെയാണ് എന്നുള്ളതിന് ഡിപ്പെൻഡ് ചെയ്തിട്ടായിരിക്കും അതിൻ്റെ പ്രോപ്പർട്ടീസ് എല്ലാം ഉണ്ടാവുക. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് വളരെ ഡീറ്റെയിൽ ആയിട്ട് ഇന്ററാറ്റോമിക് ഫോഴ്സസും അതിനെ അസോസിയേറ്റ് ആയിട്ടുള്ള എനർജീസ് എന്താണെന്നുള്ളത് ഡീറ്റെയിൽ ആയിട്ട് അറിയണം. Perhaps the principle of atomic bonding are best illustrated by considering the interaction between two isolated atoms as they brought into close proximity from infinite separation. അപ്പോൾ നമ്മൾ ഈ ഇന്ററാറ്റോമിക് ഫോഴ്സസിനെ അറിയാൻ വേണ്ടിയിട്ട് we are considering two atoms. They are brought in very close, വളരെ ക്ലോസ് ആയിട്ടുള്ള വളരെ ദൂരെ വെച്ചിട്ടുള്ള ആറ്റത്തിനെ ക്ലോസ് ആയിട്ട് ക്ലോസ് പ്രോക്സിമിറ്റിയിലേക്ക് എത്തിക്കുകയാണ്. ക്ലോസ് പ്രോക്സിമിറ്റി എന്ന് പറഞ്ഞാൽ വളരെ അടുത്ത് എത്തിക്കുകയാണ് ഫ്രം ഇൻഫിനിറ്റ് സെപ്പറേഷൻ. അപ്പോൾ നിങ്ങൾ ഇമാജിൻ ചെയ്യുക, യു ഹാവ് ടു ആറ്റംസ്, ദേ ആർ ഇൻഫിനിറ്റ്ലി സെപ്പറേറ്റഡ് അറ്റ് ഫസ്റ്റ് ആൻഡ് യു ആർ ബ്രിങ്ങിങ് ദോസ് ടു ആറ്റംസ് വെരി ക്ലോസ്.
സോ ആ സമയത്ത് അതിനിടയിൽ ഉണ്ടാകുന്ന അതിൻ്റെ ഇൻട്രാക്ഷൻ എന്തായിരിക്കും, അതിനിടയിൽ എക്സിസ്റ്റ് ചെയ്യുന്ന ഫോഴ്സസ് എന്തായിരിക്കും എന്ന് നമ്മൾ സ്റ്റഡി ചെയ്യാൻ പോകും. ഓക്കെ, അപ്പോൾ അറ്റ് ലാർജ് ഡിസ്റ്റൻസ് എന്തായിരിക്കും, ഒരുപാട് ദൂരെ നിൽക്കുന്ന സമയത്ത് ദർ വിൽ നോട്ട് ബി എനി ഇൻട്രാക്ഷൻ ആൻഡ് യു ക്യാൻ സേ ദാറ്റ് ദ ഇൻട്രാക്ഷൻസ് ആർ നെഗ്ലിജിബിൾ. ബട്ട് ആസ് ദ ആറ്റംസ് അപ്രോച്ച് very close to each other, each exerts force on the other. അപ്പോൾ വളരെ അടുത്തേക്ക് വരുന്ന സമയത്ത് അത് തമ്മിൽ എന്താണ് ഇൻട്രാക്ഷൻ ഉണ്ടാവും ആൻഡ് ഇറ്റ് വിൽ എക്സേർട്ട് ഫോഴ്സ് ഓൺ ഈച്ച് അതർ. അപ്പോൾ ഈ ഫോഴ്സസ് രണ്ട് ടൈപ്പ് ഉണ്ട്, അട്രാക്റ്റീവ് ഫോഴ്സ് ആൻഡ് റിപ്പൾസീവ് ഫോഴ്സ്. ഇപ്പോൾ ഇൻട്രാക്ഷൻ നമ്മളത് ഒന്നുകൂടെ നോക്കുകയാണ്. കൺസിഡർ ദ ഇൻട്രാക്ഷൻ ബിറ്റ്വീൻ ടു ഐസൊലേറ്റഡ് ആറ്റംസ് ആസ് ദേ ബ്രിങ് ടു ക്ലോസ് ഫ്രം ഇൻഫിനിറ്റ് സെപ്പറേഷൻ. At large distance, the interactions are negligible, but as the atoms approach each other, the force it exerts a force on another. And these forces are of two types, attractive and repulsive. And the magnitude of each is a function of interatomic distance. അപ്പോൾ ഇത് വളരെ അടുത്തേക്ക് എത്തിക്കഴിഞ്ഞാൽ രണ്ട് ടൈപ്പ് ഫോഴ്സ് അതിലുണ്ടാകും. ഒന്ന് അട്രാക്റ്റീവ് ഫോഴ്സ് ആയിരിക്കും, ഒന്ന് റിപ്പൾസീവ് ഫോഴ്സ് ആയിരിക്കും. ഈ അട്രാക്റ്റീവ് ഫോഴ്സും റിപ്പൾസീവ് ഫോഴ്സിൻ്റെയൊക്കെ മാഗ്നിറ്റ്യൂഡ് എന്തിനെ ഡിപ്പെൻഡ് ചെയ്യും, അത് തമ്മിലുള്ള ഡിസ്റ്റൻസിനെ ഡിപ്പെൻഡ് ചെയ്യും. ഇന്ററാറ്റോമിക് ഡിസ്റ്റൻസിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടായിരിക്കും ഇത് തമ്മിലുള്ള ഫോഴ്സ് ഉണ്ടാവും. ഓക്കെ, അപ്പോൾ നമ്മൾ ടോട്ടൽ ഫോഴ്സ് എഫ് എൻ എന്ന് പറയാം. ആൻഡ് എഫ് എ ഇസ് ദ അട്രാക്റ്റീവ് ഫോഴ്സ് ആൻഡ് എഫ് ആർ ഇസ് ദ റിപ്പൾസീവ് ഫോഴ്സ്. ഓക്കെ, the origin of attractive force depend on the particular type of bonding that exists between the two atoms. അപ്പോൾ നമ്മൾ പറഞ്ഞു അട്രാക്റ്റീവ് ഫോഴ്സും റിപ്പൾസീവ് ഫോഴ്സും ഉണ്ടാകുന്നു. അട്രാക്റ്റീവ് ഫോഴ്സ് എന്ന് പറയുന്നത് രണ്ട് ആറ്റംസ് അടുത്തേക്ക് വരുന്ന സമയത്ത് ഉണ്ടാകുന്ന അട്രാക്റ്റീവ് ഫോഴ്സ് എന്ന് പറയുന്നത് അത് തമ്മിൽ ഉണ്ടാവാൻ സാധ്യതയുള്ള അല്ലെങ്കിൽ ഉണ്ടാവുന്ന ബോണ്ടിങ്, ഏത് ടൈപ്പ് ഓഫ് ബോണ്ടിങ് എന്നതിനെ ആശ്രയിച്ചിരിക്കും. അതായത് അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് ഡിപ്പെൻഡ്സ് ഓൺ ദി bonding that exists between the two atoms. The magnitude of attractive force varies with the distance. ഇപ്പോൾ അട്രാക്റ്റീവ് ഫോഴ്സ് അതുപോലെ എന്തിന് ഈ ഇന്ററാറ്റോമിക് ഡിസ്റ്റൻസിന് അനുസരിച്ചിട്ട് വേരി ചെയ്യും. അപ്പോൾ ഇവിടെ നമുക്ക് നമ്മൾ ഈ ഫിഗർ ഒന്ന് നോക്കാം. ഈ ഫിഗറിൽ നമ്മൾ ഈ ഫിഗർ എന്ന് പറയുന്നത് ഓൺ വൈ ആക്സിസ് ഇറ്റ് ഈസ് എ ഫോഴ്സ്, ഇന്ററാറ്റോമിക് ഫോഴ്സ് ആണ് വൈ ആക്സിസിലുള്ളത്. ഇതിന് പോസിറ്റീവായിട്ട് എടുത്തിരിക്കുന്ന അട്രാക്ഷൻ, നെഗറ്റീവായിട്ട് എടുത്തിരിക്കുന്ന റിപ്പൾഷൻ ആണ്. ആൻഡ് ഓൺ ദി എക്സ് ആക്സിസ് യു ഹാവ് ഇന്ററാറ്റോമിക് സെപ്പറേഷൻ, അല്ലെങ്കിൽ ഇന്ററാറ്റോമിക് ഡിസ്റ്റൻസ് എന്ന് പറയും. അതായത് രണ്ട് ആറ്റം ഉണ്ട്, ആ രണ്ട് ആറ്റത്തിൻ്റെ സെൻറ്റർ തമ്മിലുള്ള ഡിസ്റ്റൻസ് ആണ് ഇന്ററാറ്റോമിക് സെപ്പറേഷൻ എന്ന് പറയുന്നത്. ഇപ്പോൾ രണ്ട് ഫോഴ്സസ് നമ്മൾ ഉണ്ടാവും എന്ന് പറഞ്ഞു. ഒന്ന് അട്രാക്റ്റീവ് ഫോഴ്സ്, ആ അട്രാക്റ്റീവ് ഫോഴ്സ് മാത്രമാകുമ്പോഴുള്ള ഇതാണ് ഈ ഡോട്ടഡ് ലൈൻസ് ആയിട്ട് കാണിച്ചിരിക്കുന്നത്. attractive force between these two atoms. അതേപോലെ റിപ്പൾസീവ് ഫോഴ്സും ഉണ്ടാകും. അതെന്തുകൊണ്ടാണ് നമുക്ക് പറയും, അതാണ് ഇവിടുത്തെ ഈ ഡോട്ടഡ് ലൈൻ കാണിക്കുന്നത്. ഓക്കെ, ദിസ് വൺ. ഇനി ഇത് രണ്ടിൻ്റെയും കൂടെ നമുക്കറിയാം രണ്ടും ഉണ്ടാകും ഒരേ സമയത്ത്. അട്രാക്റ്റീവ് ഫോഴ്സും ഉണ്ടാകും, റിപ്പൾസീവ് ഫോഴ്സും ഉണ്ടാകും. അത് രണ്ടിൻ്റെയും കൂടെ സം ആയിരിക്കും നിങ്ങളുടെ ടോട്ടൽ ഫോഴ്സ് ബിറ്റ്വീൻ ദി ടു ആറ്റംസ്. അതാണ് ഈ സോളിഡ് ലൈൻ കാണിക്കുന്നത്. ഇതൊരു മാക്സിമം എത്തുന്നു, പിന്നെ അത് ഡിക്രീസ് ചെയ്യുന്നു. അപ്പം നമ്മൾ ഇനി ഈ കർവ് നമ്മൾ സ്റ്റഡി ചെയ്യാൻ പോവാണ്. സോ ഫസ്റ്റ് വി ആർ ഗോയിങ് ടു സീ ദ അട്രാക്റ്റീവ് ഫോഴ്സ്. സോ അട്രാക്റ്റീവ് ഫോഴ്സ് എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞു ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺ ദി ബോണ്ടിങ് ബിറ്റ്വീൻ ദി ടു ആറ്റംസ്. ഏത് ടൈപ്പ് ഓഫ് ബോണ്ടിങ് ആണ് ഉണ്ടാവുന്നത് എന്നതിനെ ആശ്രയിച്ചിരിക്കും. അപ്പോൾ അട്രാക്റ്റീവ് ഫോഴ്സ് എന്നാൽ ഒരുപാട് ദൂരത്തിൽ നിൽക്കുന്ന സമയത്ത് അട്രാക്റ്റീവ് ഫോഴ്സ് ഒന്നുമില്ല. വളരെ അടുത്തേക്ക് വരുന്ന സമയത്ത് ദർ വിൽ ബി ബോണ്ടിങ് ഉണ്ടാകാം. ആ ബോണ്ടിങ് അനുസരിച്ചിട്ട് ഒരു അട്രാക്ഷൻ ഉണ്ടായി വരും. ബോണ്ടിങ് എന്ന് പറഞ്ഞാൽ എന്താണ്, രണ്ട് ആറ്റം തമ്മിൽ ചേർന്ന് നിർത്തി അട്രാക്ട് ചെയ്ത് നിർത്തുന്ന ഇതാണ്. അപ്പോൾ അത് ഒരു പെർട്ടിക്കുലർ ഇതിൽ വരെ അത് എന്താണ് ഒരു പെർട്ടിക്കുലർ ഡിസ്റ്റൻസ് വരെ അത് ആ അട്രാക്റ്റീവ് ഫോഴ്സ് കൊണ്ട് ഈ ആറ്റംസ് അടുത്തടുത്ത് വരും. പിന്നെ എന്തുണ്ടാകും, ഒരു പെർട്ടിക്കുലർ ഡിസ്റ്റൻസ് കഴിഞ്ഞു കഴിഞ്ഞാൽ എന്തുണ്ടാകും, ഇലക്ട്രോൺ ക്ലൗഡ് ഉണ്ട് ഓരോ ആറ്റത്തിന് ചുറ്റും അല്ലേ. അപ്പോൾ ഒരു ബോണ്ട് ഫോം ചെയ്തു, വളരെ ദൂരേന്ന് വന്നിട്ട് അത് അടുത്തടുത്തടുത്ത് വന്നിട്ട് ഒരു ബോണ്ട് ഫോം ചെയ്തു. ആ ബോണ്ട് ഫോം ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ ബോണ്ടിങ് കഴിഞ്ഞിട്ട് പിന്നെ അത് അടുത്തേക്ക് അടുക്കാൻ ശ്രമിച്ചാൽ എന്താ ഉണ്ടാവുക, ഓരോ ആറ്റത്തിന് ചുറ്റും ദർ ഇസ് എ ഇലക്ട്രോൺ ക്ലൗഡ്. ആൻഡ് ദോസ് ഇലക്ട്രോൺ ക്ലൗഡ് എന്തായിരിക്കും, സെയിം ചാർജസ് ആണ് അല്ലേ. ഇലക്ട്രോൺ ആദ്യത്തെ രണ്ട് ആറ്റം 1, 2 എന്ന് എടുത്തു കഴിഞ്ഞാൽ ഫസ്റ്റ് ആറ്റത്തിൻ്റെ ഇലക്ട്രോൺ ക്ലൗഡ് നെഗറ്റീവ് ചാർജിലാണ് ആൻഡ് സെക്കൻഡ് ആറ്റത്തിന് നെഗറ്റീവ് ചാർജാണ്. ആൻഡ് ദീസ് 2 ഇലക്ട്രോൺ ക്ലൗഡ്സ് വിൽ സ്റ്റാർട്ട് റിപ്പൽ.
അല്ലേ, റിപ്പൾസീവ് ഫോഴ്സ് ഉണ്ടാവും. ഒരു ലിമിറ്റിനപ്പുറം ഈ ആറ്റംസ് അടുത്തേക്ക് വന്നു കഴിഞ്ഞാൽ. ഓക്കെ, നമ്മൾ ഇവിടെ നിന്ന് ഇങ്ങനെ വരുന്ന സമയത്ത് ഇന്ററാറ്റോമിക് സെപ്പറേഷൻ കുറഞ്ഞു വരികയാണ്. അപ്പോൾ ഇവിടെ എത്തിക്കഴിഞ്ഞാൽ ഇറ്റ് കനോട്ട് കം ഫർദർ ക്ലോസ്. അപ്പോൾ ആ പോയിന്റ് കഴിഞ്ഞാൽ പിന്നെ സ്ട്രോങ് ആയിട്ട് അത് റിപ്പൽ ചെയ്യും. അതാണ് ഇവിടെ കാണിക്കുന്നത്. അതായത് ഇത് വളരെ അടുത്തടുത്തടുത്ത് വന്നു, ഒരു പെർട്ടിക്കുലർ പോയിന്റ് വരെ എത്തി. ഇവിടെ എന്താ ഉണ്ടാവുന്നത്, ഇവിടെ അട്രാക്റ്റീവ് ഫോഴ്സ് ആണ് ഉള്ളത്, ഇവിടെയൊക്കെ അട്രാക്റ്റീവ് ഫോഴ്സ് ആണ്. ഒരു പോയിന്റ് എത്തുമ്പോൾ അട്രാക്റ്റീവ് ഫോഴ്സ് റിപ്പൾസീവ് ഫോഴ്സ് ഈക്വൽ ആണ്. കണ്ടോ, ഇവിടെ 0 ആണ്. അട്രാക്റ്റീവ് ഫോഴ്സും റിപ്പൾസീവ് ഫോഴ്സും ഒക്കെ 0 ആണ്. അത് കഴിഞ്ഞാൽ പിന്നെ ഇതിന് പിന്നെ അടുത്തേക്ക് വരാൻ പറ്റില്ല. അട്രാക്റ്റീവ് ഫോഴ്സ് പിന്നെ അങ്ങോട്ടേക്ക് അതിന് വരാൻ പറ്റില്ല. ആൻഡ് ദർ വിൽ ബി സ്ട്രോങ് റിപ്പൾസീവ് ഫോഴ്സ്. അപ്പോൾ റിപ്പൾസീവ് ഫോഴ്സ് ആണ് പിന്നെ ഉണ്ടാവുക. പിന്നെ ഇങ്ങോട്ടേക്ക് ഫർദർ മൂവ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ റിപ്പൾസീവ് ഫോഴ്സ് ഉണ്ടാവും. ദാറ്റ് റിപ്പൾസീവ് ഫോഴ്സ് ഇസ് ഡ്യൂ ടു ദി ഇലക്ട്രോൺ ക്ലൗഡ് എന്താണ് റിപ്പൽ ചെയ്യാൻ തുടങ്ങും. അപ്പോൾ അങ്ങനെയാണ് ഒരു സ്റ്റേബിൾ ഒരു ബോണ്ട് ഫോം ചെയ്യും. ആൻഡ് ദാറ്റ് ബോണ്ട് വിൽ ഹാവ് എ ബോണ്ട് ലെങ്ത് R0 എന്ന് പറയുന്നത് അതാണ്. അപ്പോൾ ഈ പെർട്ടിക്കുലർ ഡിസ്റ്റൻസ് ആണ് R0. ആ ഒരു പെർട്ടിക്കുലർ ഡിസ്റ്റൻസിൽ ഈ രണ്ട് ആറ്റം അവിടെ സ്റ്റേബിൾ ആയിട്ട് നിൽക്കും. അതിന് അടുത്തേക്ക് വരാൻ പറ്റില്ല, അതിന് ഫർദർ അടുത്തേക്ക് വരില്ല. ഓക്കെ, അപ്പോൾ അതാണ് നമ്മളിവിടെ പറയുന്നത്. The magnitude of the attractive force varies with the distance as represented schematically in the figure. Ultimately, the outer electron shells of two atoms begin to overlap and a strong repulsive force comes into play. The net force Fn between the two atoms is just the sum of the both attractive and repulsive components. That is, Fn is equal to Fa plus Fr. അപ്പോൾ നമ്മൾ പറഞ്ഞത് ഒരുപാട് ദൂരെ നിന്ന് രണ്ട് ആറ്റംസ് വരുന്നു, and there will be attractive force between the two atoms and it will come very very close and a bond will be formed. And if the atoms try to move further close, there will be interaction between the electron clouds, or the electron clouds will overlap, and that will result in strong repulsive force. And that strong repulsive force stops the two atoms to move further close, and a bond will be formed. Okay, അപ്പോൾ അതാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്, സ്കീമാറ്റിക്കലി കാണിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ പറയുന്ന സ്റ്റേറ്റ് ഓഫ് ഇക്വിലിബ്രിയം എത്തും. സ്റ്റേറ്റ് ഓഫ് ഇക്വിലിബ്രിയത്തിനെ പറ്റിയാണ് ഇനി നെക്സ്റ്റ് പറയുന്നത്. വെൻ FA ആൻഡ് FR ബാലൻസ് നമ്മൾ പറഞ്ഞു, ഇവിടെ ഇങ്ങനെ വന്ന് ഒരു പെർട്ടിക്കുലർ പോയിന്റിൽ റിപ്പൾസീവ് ഫോഴ്സ് വിൽ ബി ഈക്വൽ ടു ദ അട്രാക്റ്റീവ് ഫോഴ്സ്. അപ്പോൾ ഇതാണ് ഈ പോയിന്റ്. And Fa will be equal to Fr, and there is no net force. Fa plus Fr will be equal to 0. Then a state of equilibrium exists. The centers of two atoms will remain separated by equilibrium spacing R0. അപ്പോൾ ഇതാണ് equilibrium spacing R0. അതിന് അടുത്തേക്ക് അതിൽ R0 കുറവിലേക്ക് ഇത് വരില്ല. R0 ആണ് ഡിസ്റ്റൻസ്. ആ ഡിസ്റ്റൻസിന് കുറവ് ആയിട്ട് എന്താണ് ആറ്റംസ് അടുത്തേക്ക് വരില്ല. For many atoms R0 is approximately 0.3 nanometer ആണ്. ഇനി ഒരുപാട് ആറ്റംസ് 0.3 nanometer ആണ് ഈ R0യുടെ വാല്യൂ ഉള്ളത്. Once in this position, the two atoms will counteract any attempt to separate them by an attractive force or to push them together by a repulsive force. അപ്പോൾ ഇങ്ങനെ ഒരു സ്റ്റേറ്റ് എത്തിക്കഴിഞ്ഞാൽ അത് സെപ്പറേറ്റ് ചെയ്യാനോ ഒരുപാട് അത് സെപ്പറേറ്റ് ചെയ്യാനും ബുദ്ധിമുട്ടാണ്. അതുപോലെ ആ ലെങ്ത്തിൽ നിന്ന് കുറയാനും നമ്മൾ പറ്റില്ല, ആറ്റത്തിന് പറ്റില്ല. So that point will be a stable equilibrium point. You cannot, it will be very difficult to separate the atoms, or it is very difficult to push them together because of the strong repulsive force. അപ്പോൾ അങ്ങനെ ഉള്ളൊരു പോയിന്റിനാണ് നമ്മൾ സ്റ്റേറ്റ് ഓഫ് ഇക്വിലിബ്രിയം എന്ന് പറയുന്നത്. ആൻഡ് ദ ഇക്വിലിബ്രിയം സ്പേസിംഗ് ഈസ് R0. ഓക്കെ, ഇനി നമ്മൾക്ക് ഇതേ കാര്യം തന്നെ നമ്മളിപ്പം പറഞ്ഞത് ഫോഴ്സിൻ്റെ ടേംസിലാണ് ഈ ഡയഗ്രാമൊക്കെ എക്സ്പ്ലെയിൻ ചെയ്തത്. ആൻഡ് ഇറ്റ് വിൽ ബി ഈസി ടു ഫോഴ്സ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ വെക്റ്റർ. അപ്പോൾ നമുക്ക് കുറച്ചും കൂടി ഈസി ആയിട്ട് ഡീൽ ചെയ്യാൻ പറ്റുന്നത് എനർജിയാണ്, പൊട്ടൻഷ്യൽ എനർജിയാണ്. സോ നമ്മുടെ പൊട്ടൻഷ്യൽ എനർജിയുടെ ടേംസിൽ ഇത് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോവാണ്. സോ ഇറ്റ് ഈസ് വെരി കൺവീനിയൻറ്റ് ടു വർക്ക് വിത്ത് പൊട്ടൻഷ്യൽ എനർജി ബിറ്റ്വീൻ ടു ആറ്റംസ് ഇൻസ്റ്റെഡ് ഓഫ് ഫോഴ്സസ്. ഇപ്പം പൊട്ടൻഷ്യൽ എനർജി വെച്ചിട്ട് നമുക്ക് കുറച്ചും കൂടി ഈസി ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റും. ആൻഡ്
these two, energy and force, is related as through this formula, is integral of FDR. എനർജി എന്ന് പറയുന്നത് വർക്ക് ഡൺ തന്നെയാണ്. വർക്ക് ഡൺ ഈസ് FDR. സോ എനർജി ഈസ് ഈക്വൽ ടു ഇൻറ്റഗ്രൽ എഫ് ഡോട്ട് ഡി ആർ. പിന്നെ ഫോർ അറ്റോമിക് സിസ്റ്റം ഈ നമ്മൾ ടോട്ടൽ എനർജി എടുത്തു. ടോട്ടൽ എനർജി ഇസ് ഈക്വൽ ടു ഇൻഫിനിറ്റി ടു ആർ എഫ് എൻ ഡി ആർ. ടോട്ടൽ ഫോഴ്സ്, ടോട്ടൽ നെറ്റ് ഫോഴ്സ് ആണിത്. ആൻഡ് ഇൻഫിനിറ്റി ടു ആർ എഫ് എ ഡി ആർ പ്ലസ് എഫ് ആർ ഡി ആർ. നമ്മൾ എന്താണ് ടോട്ടൽ ഫോഴ്സിന് അട്രാക്റ്റീവ് ഫോഴ്സ് ആൻഡ് റിപ്പൾസീവ് ഫോഴ്സ് നേടി. ആൻഡ് ഇറ്റ് വിൽ ബി ഇ എ പ്ലസ് ഇ ആർ. ഓക്കെ, ഇ എ പ്ലസ് ഇ ആർ ആണ്. ഇ എന്നത് നെറ്റ് എനർജിയാണ്. ആൻഡ് ഇ എ അട്രാക്റ്റീവ് എനർജി, ഇ ആർ ഇസ് ദ റിപ്പൾസീവ് എനർജീസ്. ദീസ് ആർ ഫോർ ദി ടു ഐസൊലേറ്റഡ് ആൻഡ് അഡ്ജസന്റ് ആറ്റംസ്. അപ്പോൾ നമ്മളിതിൻ്റെ ഫിഗർ നോക്കുകയാണ്. ദിസ് ഈസ് ദ ഫിഗർ ഫോർ എനർജി വേഴ്സസ് ഇന്ററാറ്റോമിക് സെപ്പറേഷൻ. And this is the potential energy, and you have a repulsive potential energy and attractive potential energy. അപ്പോൾ ഇവിടെ നമുക്ക് കാണാൻ പറ്റും, ഇതിൽ 3 ഫിഗേഴ്സ് കാണുന്നുണ്ട്. ദിസ് ടോട്ടൽ ലൈൻ ഈസ് റിപ്പൾസീവ് എനർജി, ആൻഡ് ദിസ് വൺ ഈസ് അട്രാക്റ്റീവ് എനർജി, ആൻഡ് ദിസ് ഈസ് ദ നെറ്റ് എനർജി. ഓക്കെ, നെറ്റ് എനർജി ആയിട്ടുള്ള കാണുന്ന. Interatomic separation large ആകുന്ന സമയത്ത് this energy is also very less, and when it comes very close, the atoms close ആയിട്ട് വരുന്ന സമയത്ത് എന്താ ഉണ്ടാവുക, അട്രാക്റ്റീവ് എനർജി ഉണ്ടാകും. ആൻഡ് ഇറ്റ് റീച്ചസ് എ മിനിമം എനർജി വാല്യൂ. ഈ വാല്യൂവിൽ മിനിമം എനർജിയാണ്. ഈ മിനിമം എനർജി വാല്യൂ കഴിഞ്ഞാൽ പിന്നെ എന്താ ഉണ്ടാവുക, ദർ വിൽ ബി എ റിപ്പൾസീവ് എനർജി. റിപ്പൾസീവ് എനർജിയാണ് പിന്നെ അങ്ങോട്ടേക്ക്. ഈ എനർജി, റിപ്പൾസീവ് എനർജി വളരെ ഇൻക്രീസ് ചെയ്യും. ആൻഡ് ദ ആറ്റം കനോട്ട് മൂവ്. ഈ പോയിന്റിനപ്പുറത്തേക്ക് ആറ്റത്തിന് മൂവ് ചെയ്യാൻ പറ്റില്ല. ഓക്കെ, അപ്പോൾ അതാണ് ഇവിടെ പറയുന്നത്. ദ പ്ലോട്ട് attractive, repulsive and net potential energies as a function of interatomic separation of two atoms. The net curve, which is again the sum of the other two, has potential energy trough or well around its minimum. അപ്പോൾ ഇവിടെ നമുക്കൊരു പൊട്ടൻഷ്യൽ എനർജി ട്രഫ് അല്ലെങ്കിൽ വെൽ കാണാൻ പറ്റും. പൊട്ടൻഷ്യൽ എനർജി വെൽ. അപ്പോൾ ഇവിടെ ഇതിനുള്ളിൽ ഇതിനുള്ളിലുള്ള ഇതായിരിക്കും അണ്ടർ അറ്റോമിക് ഡിസ്റ്റൻസ് എന്നൊക്കെ പറയുന്നത്. അപ്പോൾ ഈ ഡിസ്റ്റൻസ്, ഈ പൊട്ടൻഷ്യൽ വെല്ല് നമുക്ക് കാണാൻ പറ്റും. Here the same equilibrium spacing R0 corresponds to the separation distance at the minimum of the potential energy curve. അപ്പോൾ ഇവിടെ നോക്കൂ, ഈ R0 എന്ന് പറയുന്നതാണ് നമ്മൾ നേരത്തെ ഇതിൽ R0. ഇവിടുത്തെ നമ്മൾ കിട്ടിയ R0ക്ക് കറസ്പോണ്ടിങ് ആയിട്ട്, ഇവിടുത്തെ ഈ പോയിന്റിന് കറസ്പോണ്ടിങ് ആയിട്ട് ഇവിടെ വരുന്നതാണ് ഈ ട്രഫ്. സോ R0 corresponds to the minimum potential energy point. The sense of at the minimum of the potential energy, the bonding energy of these two atoms E0 corresponds to the energy at this minimum point. അപ്പോൾ ഇവിടെ ഈ പറയുന്ന ഇതിനെ പറയുന്ന ബോണ്ടിങ് എനർജി ആണ്. that corresponds to the minimum of the corresponds to the energy at this minimum point. It represents the energy that would be required to separate these two atoms to an infinite separation. അപ്പോൾ ഇവിടെ ഈ എനർജിയുടെ ഈ E0 എന്ന് പറയുന്നത് ദിസ് ഈസ് ദ എനർജി. ഇവിടെ നമ്മൾ ഈ എനർജി കൊടുക്കണം. എന്ത്, നമ്മൾ ഈ ആറ്റത്തിനെ, ഒരു ബോണ്ട് ഫോം ചെയ്തിട്ടുള്ള ആറ്റത്തിനെ സെപ്പറേറ്റ് ചെയ്യണമെങ്കിൽ ഇത്രയും എനർജി കൊടുക്കണം. ദാറ്റ് ഈസ് ദ ബൈൻഡിങ് എനർജി. ഇറ്റ് റെപ്രസെൻറ്റ് ദ എനർജി ദാറ്റ് വുഡ് ബി റിക്വയർഡ് ടു സെപ്പറേറ്റ് ദീസ് ടു ആറ്റംസ് ടു ആൻ ഇൻഫിനിറ്റ് സെപ്പറേഷൻ. അപ്പോൾ ബോണ്ടിങ് എനർജി എന്ന് പറയുന്നത് ദാറ്റ് കറസ്പോണ്ട്സ് ദി മിനിമം ഓഫ് ദി പൊട്ടൻഷ്യൽ എനർജി. ഓക്കെ, അപ്പം ഇനി ഈ എനർജിയുടെ ഷേപ്പിനനുസരിച്ച് നമുക്ക് ഇതിൻ്റെ ഈ എനർജി കർവിൻ്റെ ഷേപ്പിനനുസരിച്ച് നമുക്ക് ഓരോ മെറ്റീരിയൽസിൻ്റെയും പ്രോപ്പർട്ടീസ് പറയാൻ പറ്റും. അപ്പോൾ ഇവിടെ നോക്കാം. ഫോർ എക്സാമ്പിൾ, ദ മെറ്റീരിയൽസ് ഹാവിങ് ലാർജ് ബോണ്ടിങ് എനർജീസ് typically also have high melting temperature. ലാർജ് ബോണ്ടിങ് എനർജി ആണെങ്കിൽ ഹൈ മെൽറ്റിംഗ് ടെമ്പറേച്ചർ ആയിരിക്കും, മെൽറ്റിംഗ് ടെമ്പറേച്ചേഴ്സ് ഉണ്ടാവും. ആൻഡ് സോ അറ്റ് റൂം ടെമ്പറേച്ചർ സോളിഡ് സബ്സ്റ്റൻസസ് ആർ ഫോംഡ് ഫോർ ലാർജ് ബോണ്ടിങ് എനർജീസ്. സോളിഡ് സബ്സ്റ്റൻസിൻ്റെ സോളിഡ് ആണെങ്കിൽ ലാർജ് ബോണ്ടിങ് എനർജി ആയിരിക്കും ഉണ്ടാവുക. അതുപോലെ സ്മോൾ എനർജീസ് ആയിരിക്കും ഗേഷ്യസ് സബ്സ്റ്റൻസ്. അപ്പം എന്താണെന്ന് വെച്ചാൽ എന്താണ്, ഗേഷ്യസ് സബ്സ്റ്റൻസിന് നമുക്ക് ഈസി ആയിട്ട് മെൽറ്റ് ചെയ്യാനൊക്കെ പറ്റും.
ബോണ്ട് മെൽറ്റ് ചെയ്യാൻ പറ്റും. ലിക്വിഡ്സ് പ്രിവെയിൽ വെൻ എനർജീസ് ആർ ഇൻ്റർമീഡിയറ്റ് മാഗ്നിറ്റ്യൂഡ്. സോളിഡ് സബ്സ്റ്റൻസിന് എന്താണ് ലാർജ് ബോണ്ടിങ് എനർജി ആയിരിക്കും ഉണ്ടാവും. അതേപോലെ ഈ ഇതിൻ്റെ ഷേപ്പ് നോക്കുക. ഇവിടെ ഷേപ്പ് നോക്കിയിട്ട് ഇതിൻ്റെ സ്ലോപ്പ് ഇത് നോക്കുക. ഇത് മെക്കാനിക്കൽ സ്റ്റിഫ്നെസ് അല്ലെങ്കിൽ മെക്കാനിക്കൽ സ്റ്റിഫ്നെസ് എന്ന് പറഞ്ഞാൽ മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി. നമ്മൾ യങ്സ് മോഡുലസ്, ബൾക്ക് മോഡുലസ്, റിജിഡിറ്റി മോഡുലസ് ഒക്കെ ഉണ്ടല്ലോ, അതേപോലെ of a material is dependent on the shape of its force versus interatomic separation curve. The slope of an relatively stiff material at R0 position on the curve will be quite steep. അപ്പോൾ ഇവിടെ നോക്കുക, സ്റ്റീപ്പാണ് ഇവിടുത്തെ. അപ്പോൾ സ്റ്റീപ്പ് എന്ന് പറഞ്ഞാൽ സ്ലോപ്പ് കൂടുതലാണ്. ഇങ്ങനെയുള്ളതിന് സ്ലോപ്പ് ഓഫ് റിലേറ്റീവ്ലി സ്റ്റിഫ് മെറ്റീരിയൽ at the R equal to R0 position of the curve will be quite steep. Slopes are shallower for more flexible material. അപ്പോൾ ഇവിടെ ഇതിന് ഫ്ലെക്സിബിൾ ആണ്. അപ്പോൾ ഫ്ലെക്സിബിൾ എന്ന് പറയുന്നത് dy/dx. ഇതിൻ്റെ സ്ലോപ്പ് ഇതാ ഇങ്ങനെ ഇത് എന്താണ് ഇങ്ങനെയാണ് സ്ലോപ്പ് ഉള്ളത്. മറ്റത് എന്താണ് സ്ട്രെയിറ്റ് ആണ്. ഓക്കെ, സോ ഇവിടെ സ്ലോപ്പിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് ചേഞ്ച് ഇൻ y/dy ഇവിടുത്തെ ഈ സ്ലോപ്പ് എന്ന് പറഞ്ഞാൽ സ്റ്റീപ്പായിട്ടുള്ള സ്ലോപ്പാണ്. ഓക്കെ, ഇവിടെ കുറച്ചുകൂടെ ഇതുപോലെ ഇതിൻ്റെ ഷേപ്പും കുറച്ചുകൂടെ എന്താണ് ഫ്ലാറ്റൻഡ് ആണ്. അപ്പോൾ ഇങ്ങനെയുള്ള മെറ്റീരിയൽ നമുക്ക് പറയാം വീക്ക്ലി ബോണ്ടഡ് ആണ്, അല്ലെങ്കിൽ ഇത് ഫ്ലെക്സിബിൾ ആണെന്ന് പറയാം. ഇങ്ങനെയുള്ള മെറ്റീരിയൽ ഇങ്ങനെ ഒരു കർവ് കാണുകയാണെങ്കിൽ ഇറ്റ് വിൽ ബി എ വെരി സ്റ്റിഫ് മെറ്റീരിയൽ. ഓക്കെ, അതാണ് ഈ കേവ്. ഇതിൻ്റെ കേവ് കണ്ടിട്ട് നമുക്ക് ഒരു മെറ്റീരിയലിൻ്റെ പ്രോപ്പർട്ടി എങ്ങനെയാണെന്ന് പറയാൻ പറ്റുന്നത്. പിന്നെ അതേപോലെ ഇന്ററാറ്റോമിക് ഡിസ്റ്റൻസ്, furthermore how much a material expands on heating or contracts upon cooling, അതാണ് ഇവിടെ കാണിക്കുന്നത്. പ്ലോട്ട് ഓഫ് പൊട്ടൻഷ്യൽ എനർജി വേഴ്സസ് ഇന്ററാറ്റോമിക് ഡിസ്റ്റൻസ് ഡെമോൺസ്ട്രേറ്റിംഗ് ദ ഇൻക്രീസ് ഇൻ ഇന്ററാറ്റോമിക് സെപ്പറേഷൻ വിത്ത് റൈസിംഗ് ടെമ്പറേച്ചർ. ടെമ്പറേച്ചർ കൂടുന്നതനുസരിച്ച് ഇന്ററാറ്റോമിക് ഡിസ്റ്റൻസ് കൂടുന്നതിനെ പറ്റിയിട്ട്. With heating, interatomic separation increases from R0 to R1, R1 to R2 അങ്ങനെ. അപ്പോൾ സൈസ് ടെമ്പറേച്ചർ കൂടുന്നതനുസരിച്ചിട്ട് ഇന്ററാറ്റോമിക് സെപ്പറേഷൻ കൂടി വരുന്നു. പിന്നെ അതേപോലെ ഡീപ്പ് ആൻഡ് നാരോ ട്രഫ്. ഇവിടെ നോക്കിയാൽ ഡീപ്പ് ആൻഡ് നാരോ ട്രഫാണ്. ടിപ്പിക്കലി ഒക്കേഴ്സ് ഫോർ മെറ്റീരിയൽസ് ഹാവിങ് ലാർജ് ബോണ്ടിങ് എനർജീസ്. നല്ല വലിയ ബോണ്ടിങ് എനർജീസ് ഉള്ളത് നമുക്കിപ്പം കാണാൻ പറ്റും. ബോണ്ടിങ് എനർജി കൂടുതലാണ് ഇവിടെ. നോർമലി കറസ്പോണ്ട് ടു ലോ കോഎഫിഷ്യന്റ് ഓഫ് തെർമൽ എക്സ്പാൻഷൻ ആൻഡ് റിലേറ്റീവ്ലി സ്മോൾ ഡയമെൻഷണൽ ആൾട്ടറേഷൻസ് ഫോർ ചേഞ്ച് ഇൻ ടെമ്പറേച്ചർ. അപ്പോൾ അങ്ങനെയുള്ള മെറ്റീരിയൽസിന് കോഎഫിഷ്യന്റ് തെർമൽ എക്സ്പാൻഷൻ എന്ന് വെച്ചാൽ നമ്മൾ ടെമ്പറേച്ചർ കൊടുത്തു കഴിഞ്ഞാൽ അതിനുണ്ടാകുന്ന ഡയമെൻഷണൽ ചേഞ്ച് അത് വളരെ കുറവായിരിക്കും. അപ്പോൾ ഇങ്ങനെയൊക്കെ കാര്യങ്ങളൊക്കെ നമുക്ക് ഒരു ഈ കർവ്സിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ കർവ് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കണം ഇങ്ങനെയുള്ളൊരു കർവ് എന്ന് പറയുന്നത് ഇറ്റ് ഹാസ് വെരി ലാർജ് ബോണ്ടിങ് എനർജി ഉണ്ടെന്ന് മനസ്സിലാക്കാം. അതേപോലെ ഇങ്ങനെയുള്ളൊരു കർവ് കണ്ടാൽ ഇത് സ്റ്റിഫ് മെറ്റീരിയൽ, ഇത് എന്താണ് ഫ്ലെക്സിബിൾ ആയിട്ടുള്ള മെറ്റീരിയൽ ആണ് എന്നൊക്കെ മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ, ഇത്രയാണ് ബോണ്ടിങ് എനർജീസ് ആൻഡ് ഫോഴ്സസ് എന്നുള്ളത്. അപ്പം താങ്ക് യു.